ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്കിള് കൽപ്പനയെ കാണാൻ ബന്ദിപ്പൂർ പോയിരിക്കുക. ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അത്രേ ഉള്ളൂ. ഇങ്ങനെ ഒരു പരാതിയുമായിട്ട് ചെന്നാൽ പോലീസുകാർ ചിരിക്കും. വേണ്ട, നിങ്ങൾ പോലീസുകാരെ ചിരിപ്പിക്കണ്ട. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇന്നുകൂടി നമുക്ക് വെയിറ്റ് ചെയ്യാമോ? അമ്മ പറയുന്നു കേക്ക്. തടയരുതെന്നെ. കൈയെടുക്ക. ഹലോ, പോലീസ് സ്റ്റേഷൻ. അത് ഞാൻ നരേന്ദ്രൻ തമ്പി എന്ന് പറയുന്ന ആളിന്റെ വീട്ടിൽ നിന്ന് വിളിക്കാം. ആഹാ, സാറെത്തിയോ? നീ എന്താ ഉറക്കമായിരുന്നു? അല്ല, മറ്റുള്ളവരൊക്കെ എവിടെ സാറേ? അവരൊക്കെ അവരുടെ വഴിക്ക് പോയി. അല്ല, ഞങ്ങളെ ആരെങ്കിലും വിളിച്ചായിരുന്നു? സാറിന്റെ വൈഫ് 2-3 തവണ വിളിച്ചിരുന്നു. പിന്നെ സുധർമ്മ ചേച്ചി. നീ എന്തു പറഞ്ഞു? ഓ, ഞാൻ പറയാത്ത നുണയൊന്നും ഇനി ബാക്കിയില്ല. സാർ സിനിമയ്ക്ക് പോയി, ഭക്ഷണം വാങ്ങാൻ പോയി, പ്രോപ്പർട്ടി നോക്കാൻ പോയി, പിന്നെ ബാത്റൂമിൽ കയറി. ഓ, അതൊക്കെ വിശ്വസിച്ചോ ആവോ? എന്നെ ആരെങ്കിലും വിളിച്ചിരുന്നോ? എത്ര തവണ. മിസ്ഡ് കോൾ മുഴുവൻ ഇതിലുണ്ട്. എല്ലാവരോടും ഞാൻ ഏതാണ്ട് ഒരുപോലെ തന്നെയാ പറഞ്ഞത്. വേറെ പിള്ളേർ വല്ലതും വിളിച്ചായിരുന്നു? വിളിച്ചു. അറിയാതെ ഞാനൊരെണ്ണം അറ്റൻഡ് ചെയ്തു പോയി. അപ്പൊ കേൾക്ക ഒരു കിളിനാഥ. സാറാണെന്ന് വിചാരിച്ച് എന്നോട് അങ്ങ് ചൂടായി. സാർ ഏതാണ്ട് പിൽസ് വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു. നിന്നോടാരാ പറഞ്ഞ പേരെഴുതി വരാത്ത നമ്പർ അറ്റൻഡ് ചെയ്യാൻ? അതൊന്നും സാരമില്ലടാ, നമ്മുടെ ഡ്രൈവറല്ലേ. അല്ലെങ്കിൽ തന്നെ നിന്റെ സ്വഭാവം ആർക്കാ അറിയാത്തത്? ഹലോ മാം, ഞാനാ. ഹരീഷാ. അമ്മ എന്നെ കുറെ തവണ വിളിച്ചിരുന്നു അല്ലേ? അമ്മ മറ്റേ ഫോണാ ഞാൻ കൈ കൊണ്ട് നടന്നിരുന്നത്. ഇതിനെന്തൊക്കെയോ തകരാറ്. അതുകൊണ്ട് ഇത് റൂമിൽ വെച്ചിട്ടാ ഞാൻ പുറത്തേക്ക് പോയത്. നീ ഇപ്പൊ എവിടെയാ ഹരിക്കുട്ട? പോയിട്ട് ദിവസം 2 ആയല്ലോ. ഞാൻ എറണാകുളത്തുണ്ടമ്മേ. അമ്മക്കെന്താ തീരെ വിശ്വാസമില്ലാത്ത പോലെ? നിന്നെ വിളിച്ചപ്പോഴൊന്നും കിട്ടിയില്ല, അത് തന്നെ കാരണം. ഭയങ്കര തിരക്കായിരുന്നമ്മേ, അതാ. നീ എറണാകുളത്തും തിരിച്ചു പോന്നില്ലേടാ? നിനക്ക് വീടും കൂടും ബന്ധുക്കളൊന്നും ഇല്ലേ? അമ്മേ, ഞങ്ങൾ ഇന്ന് എന്തായാലും വരും. അങ്കിളിനൊരു ഫ്ലാറ്റ് നോക്കാനുണ്ട്. ഇവിടെ വാങ്ങിച്ചു കൂട്ടിയതൊന്നും പോരെ, ഇനി എറണാകുളത്തും വേണോ വീടും ഫ്ലാറ്റും ഒക്കെ? പാലപ്പടിക്കൽ ചിറ്റ് ഫണ്ട്സിൽ ഇരുന്നുകൊണ്ട് വെട്ടിച്ചെടുത്ത പൈസ ഉണ്ടല്ലോ അങ്കിളിന്റെ കയ്യില്. എറണാകുളത്തും കൊല്ലത്തും കോട്ടയത്തും ഒക്കെ വാങ്ങി കൂട്ടാലോ. നീ ഉണ്ടോടാ? എടീ, അത് നിന്റെ മോൻ എനിക്കിട്ടൊരു പാര വെച്ചതാ. പാലപ്പടിക്കൽ ചിറ്റ് ഫണ്ട്സ് വർഷങ്ങളോളം ഭംഗിയായിട്ട് നോക്കിയതിനെ എനിക്ക് അവസാനം കിട്ടിയത് ദുഷ്പേര് മാത്രമാ. നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണോ ചന്ദ്രേട്ടാ? നിങ്ങൾ എറണാകുളത്ത് തന്നെയാണോ? എടി, അതേന്ന്. നിനക്ക് വിശ്വാസം വരുന്നില്ലെങ്കിലേ ഹോട്ടലിലെ ലാൻഡ് ഫോൺ നമ്പർ ഞാൻ തരാം. നീ ഒന്ന് വിളിച്ചു നോക്ക്, ഞങ്ങളെ കിട്ടുമെന്നറിയാം. എഴുതിയെടുത്തോ. 0484232480 പറഞ്ഞോ. ഞാൻ പറഞ്ഞില്ലേടി, നമുക്ക് നാളെ കാണാം. നീ ഒന്ന് പേടിക്കണ്ടെന്നേ, ഞാനില്ലേ. നമ്പർ കിട്ടിയല്ലോ, ഒന്ന് വിളിക്ക്. നിന്റെ സംശയം അങ്ങ് തീരട്ടെ. ശരി. എന്താ എങ്കില്? നീ ആരോടാ സംസാരിച്ചത്? അത് വേറൊരു കേസാങ്കിളെ. ഹലോ. സുധേ, നിനക്കിപ്പം മനസ്സിലായല്ലോ ഞങ്ങൾ എറണാകുളത്ത് തന്നെയാണെന്ന്. നിന്റെ പുത്രന് കൊടുക്കാം. ഹലോ മാം,
അമ്മയുടെ എല്ലാ സംശയവും തീർന്നല്ലോ. കുറച്ച് കഷ്ടമാ കേട്ടോ മാം. ആ വെക്കുക, ഞങ്ങൾ ഇന്ന് തന്നെ വരും. ഓക്കെ, ബൈ ബൈ. ഓക്കെ. ജേട്ടാ, ജേട്ടാ, പോലീസ് എത്തി. എവിടെ? അമ്മൂനോട് സംസാരിക്കുക. നമ്മളോടെല്ലാം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അമ്മേ, പോലീസ് എത്ര ചോദ്യം ചെയ്താലും ദേവം മെനഞ്ഞാന്ന് രാത്രിയും പകലും ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ എന്താ കുഴപ്പം? എവിടെ പോയിന്ന് പോലീസ് ചോദിക്കും. എന്ത് മറുപടി പറയും? അങ്കിളുടെ കള്ളപ്പണവും വ്യാജ പ്രമാണങ്ങളും എസ്റ്റേറ്റിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടി പുല്ലൂർക്ക് പോയതാണെന്ന് പറയാൻ പറ്റുമോ? ആ പണവും പ്രമാണങ്ങളും എല്ലാം പോലീസ് പിടിച്ചെടുക്കുമെന്ന് മാത്രമല്ല, നമ്മളെല്ലാം കൊടുങ്ങുകയും ചെയ്യും. പ്രത്യേകിച്ചും ദേവൻ. ഓ, അത് ശരിയാണല്ലോ. ആ, അതുകൊണ്ടാ പറഞ്ഞത്. നമ്മളെല്ലാവരും കഴിഞ്ഞ 2 ദിവസവും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞു കൊടുക്കില്ല. ആ, എന്നാ ചെല്ലെ. ബാക്കി കാര്യങ്ങളൊക്കെ അറിയാവുന്നത് പോലെ പറഞ്ഞു കൊടുത്താൽ മതി. നിങ്ങളെ പോലീസിന് ചോദ്യം ചെയ്യണ്ടേ? പെണ്ണുങ്ങളെ മാത്രം ചോദ്യം ചെയ്താൽ മതിയോ? എല്ലാ പേരെയും ചോദ്യം ചെയ്യും. പോലീസല്ലേ? അവൾക്കിപ്പോ പോലീസിനെ വിളിച്ചു വരുത്തേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അഹങ്കാരം. നരേന്ദ്രൻ തമ്പി ഇങ്ങനൊരു വിഡ്ഢിത്തം കാണിക്കുമെന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. നല്ല ബുദ്ധിയുള്ള ആളല്ലേ? കൽപ്പന കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചപ്പോ തന്നെ പോലീസിനെ അറിയിക്കണ്ടേ? അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നിഷ്പ്രയാസം ഞങ്ങൾക്ക് കൽപ്പനയെ തൂക്കിയെടുക്കാൻ പറ്റിയേനെ. ശീതളിനെ നിനക്ക് തിരിച്ചു കിട്ടുമായിരുന്നു. വരണം വരണം, ബുദ്ധിമാന്മാരെല്ലാം വന്നാട്ടെ. എന്താ മടിച്ചു നിൽക്കുന്നേ? എല്ലാവരെയും കാണാനാ വിളിപ്പിച്ചത്.
നരേന്ദ്രൻ തമ്പിയുടെ മോളെ കാണാതായപ്പോ അന്വേഷിക്കാൻ ഞങ്ങൾ വേണമായിരുന്നു അല്ലേ? ഞങ്ങൾ പറഞ്ഞതാ സാറേ പോലീസിൽ അറിയിക്കാൻ. അങ്കിൾ ഇവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ പലവട്ടം പറഞ്ഞതാ, പക്ഷെ കേക്കണ്ടേ? ചുമ്മാ പറഞ്ഞാ മതിയോ? നിങ്ങൾക്ക് ചെയ്തുകൂടായിരുന്നോ? ഞങ്ങൾ പോലീസിനെ അറിയിച്ചു എന്ന് അങ്കിൾ അറിഞ്ഞാ പിന്നെ ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കും. അതുകൊണ്ടാ. തമ്പി ഇവിടുന്ന് ബന്ദിപ്പൂരിലേക്ക് പോയതിനു ശേഷം നിങ്ങൾക്ക് അറിയിക്കാമായിരുന്നല്ലോ. അതിന് അമ്മു സമ്മതിക്കണ്ടേ? ഞങ്ങൾക്ക് അങ്കിളിന്റെ ഭാര്യയെ വെറുപ്പിക്കാൻ പറ്റുമോ? നിങ്ങൾ ഇവിടെ 2 തടിമാടന്മാരുണ്ടായിട്ടും തമ്പിയുടെ കൂടെ പോകാൻ ആരും ഉണ്ടായില്ല. നിങ്ങൾ നിങ്ങളുടെ തടി രക്ഷിച്ചു അല്ലേ? ഛേ, അങ്ങനെ പറയല്ലേ സാറേ. ദേ ഈ ഇരിക്കുന്ന അമ്മനോട് ചോദിച്ചു നോക്ക്. അങ്കിളിനോട് കെഞ്ചി പറഞ്ഞതാ ഞാനും കൂടി കൂട്ടി ചെല്ലാമെന്ന്. പക്ഷെ സമ്മതിക്കണ്ടേ? ഒറ്റയ്ക്ക് ചെല്ലണമെന്നാണത്ര കൽപ്പനയുടെ കൽപ്പന. ഒറ്റയ്ക്ക് പോയാലുള്ള അപകടത്തെക്കുറിച്ച് ഞങ്ങൾ സൂചിപ്പിച്ചതാ. ഒന്നും വകവച്ചില്ല. ഛേ, നല്ല ഒന്നാന്തര അവസരമായിരുന്നു കൽപ്പനയെ കൊടുക്കാൻ. 2 കൂടി നശിപ്പിച്ചില്ലേ? ഇനി പോലീസ് എന്ത് ചെയ്യാനാ? അവിടെ പോയി തന്തയുടെ മോടെ ശവം കണ്ടെടുക്കാം. അങ്ങനെ പറയില്ലേ സർ. ഒരു പോറല് പോലും പറ്റല്ലെന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക ഞാൻ. നിങ്ങളുടെ ഭർത്താവല്ലേ പോയത്? അയാളുടെ ജീവനെക്കുറിച്ച് നിങ്ങൾക്ക് അത്രയ്ക്ക് ആശങ്ക ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ വിളിച്ച് പറയണ്ടല്ലായിരുന്നോ പോലീസിൽ? നിങ്ങൾ ചെയ്തോ? ഇല്ലല്ലോ. മോളെ കാണാതായപ്പോ പോലീസിൽ അറിയിച്ചതല്ലേ. എന്നിട്ട് ഇന്നേ വരെ ഒരു ഫലം ഉണ്ടായില്ലല്ലോ. അതുകൊണ്ടാ അദ്ദേഹം. ഓ, എന്ന് വെച്ചാ പോലീസിനെ ഒന്നിനും കൊള്ളില്ലെന്ന്. ഈ കാക്കി ഇട്ടോണ്ടിരിക്കുന്നവരൊക്കെ വെറും മൊണ്ണകളാണെന്ന് അല്ലേ? എന്നാ പിന്നെ ഇത് ഞങ്ങൾ അന്വേഷിക്കണ്ടല്ലോ. എന്തിനാ പിന്നെ സ്റ്റേഷനിലോട്ട് വിളിച്ച് പരാതിപ്പെട്ടത്? സാറേ, അവര് മനസ്സിന്റെ വിഷമം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് സാർ അതൊന്നും കാര്യമായിട്ട് എടുക്കരുത്. ഓ, അറിയാവുന്ന വിവരങ്ങളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞേക്ക്. നരേന്ദ്രൻ തമ്പി ഏത് വഴിക്കാ പോയത്, എവിടുന്നൊക്കെ വിളിച്ചു, എവിടൊക്കെ താമസിച്ചു, ആരെയൊക്കെ ഫോണിൽ ബന്ധപ്പെട്ടു, എന്തൊക്കെ വിവരങ്ങൾ കൈമാറി, എല്ലാ വിവരങ്ങളും വളരെ വിശദമായി ഇങ്ങോട്ട് പറയണം. ഒന്നും വിട്ടുകളയരുത്. നിങ്ങൾക്ക് ചിലപ്പോൾ നിസ്സാരമെന്ന് തോന്നുന്ന വിവരങ്ങളായിരിക്കും പോലീസിന് വിലപ്പെട്ട തെളിവ്. ഇങ്ങ് വാടോ. ഇവര് പറയുന്നതെല്ലാം കുറിച്ചെടുക്കണം. സർ. അവസാനം നരേന്ദ്രൻ തമ്പി നിങ്ങളുമായി ഫോണിൽ ബന്ധപ്പെട്ടത് എവിടുന്നായിരുന്നു? ബസലവാടി. അതൊരു വനപ്രദേശമാണെന്ന് പറഞ്ഞു. ഒരു മൺ റോഡിലൂടെയാണ് പോകുന്നതെന്നും പറഞ്ഞു. ഹരിക്കുട്ട, മനുഷ്യന് തീ തീറ്റിക്കുന്നവന് അതിനൊക്കെ വേണ്ടടാ. അതിന് മാത്രം ഇപ്പൊ എന്തുണ്ടായി മാം? എന്തുണ്ടായിന്നോ? നീ എവിടേക്കാണെന്ന് പറഞ്ഞിട്ടല്ല പോയത്. 2 ദിവസത്തേക്ക് നിന്നെ കാണാനില്ലെന്നതോ പോട്ടെ, നിന്റെ സ്വരമെങ്കിലും എനിക്കൊന്ന് കേക്കണ്ടേ? ഫോണിൽ വിളിച്ച ഒന്നുകിൽ ഔട്ട് ഓഫ് കവറേജ് ഏരിയ, അഥവാ ബെല്ലുണ്ടെങ്കിൽ തന്നെ നീ ഫോൺ എടുക്കത്തില്ല. മനസ്സമാധാനത്തോടെ ഞാൻ എങ്ങനെ ഈ വീട്ടിൽ കഴിയും ഹരിക്കുട്ട? ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ തുടങ്ങിയാലോ മാം? എനിക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഒളിച്ചു പോയി താമസിക്കാൻ എന്ത് കാര്യമാണ് നിനക്കുള്ളത്? അതും ഞാൻ അറിയാത്ത കാര്യം. അതിനാരാ മാം ഒളിച്ച് താമസിച്ചത്? ഞാൻ എറണാകുളത്തായിരുന്നു. പിന്നെ എറണാകുളം 2 ദിവസത്തേക്ക് അവിടെ മൊബൈലിന് റേഞ്ച് കിട്ടിയില്ല എന്നൊന്നും നീ എന്നോട് പറയരുത്. വേറെ എന്തോ ചുറ്റിക്കളിയായത്. എന്റെ പൊന്നു മാം, ഇതാ ഞാൻ എറണാകുളത്ത് താമസിച്ച ഹോട്ടലിന്റെ ബില്ല്. ഒരു പ്രാവശ്യം അമ്മ എന്നോടും അങ്കിളിനോടും ഫോണിൽ സംസാരിച്ചതല്ലേ. ഇതിൽ കൂടുതൽ തെളിവൊന്നും എനിക്ക് ഹാജരാക്കാനില്ല. അതിന് നിന്നോടാരും തെളിവ് ചോദിച്ചത്? നീ വാ. അമ്മ കഴിക്കാൻ എന്താ ഉള്ളത്? എന്തായാലും എന്താ വിശന്നിട്ട് വയ്യ. കൈ കഴുക. എന്താടി നോക്കി നിൽക്കുന്നേ? കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കടി. ഒന്നുമില്ലെങ്കിൽ ഇതിന്റെ കെട്ടിയവനല്ലേ ഇത്? ഓ, കെട്ടിയവൻ. തിന്നാനിരിക്കുമ്പോ മാത്രം മതിയോ ഈ ഓർമ്മ? 2 ദിവസം ഇവരെ കാണാതിരുന്നിട്ട് നിനക്ക് ഒരു കൂസലില്ലായിരുന്നല്ലോ. ഒരു തവണയെങ്കിലും നീ ഇവനൊന്ന് വിളിച്ചോടി? ഇല്ല, മനഃപൂർവ്വം വിളിക്കാത്തതാ. ഇദ്ദേഹം എവിടെ പോയിരിക്കുകയാണെന്ന് എനിക്കറിയണ്ട. അതാ എനിക്ക് സമാധാനം. ഇവനെന്തെങ്കിലും സംഭവിച്ചു എന്ന് കേട്ടാ നിനക്ക് സന്തോഷാവോടി?
കെട്ടിയവനായി പോയില്ലേ, ഇല്ലെങ്കിൽ സന്തോഷിച്ചേനെ. എന്റെ അമ്മയെ അമ്മയുടെ കൈ കൊണ്ട് എനിക്ക് വല്ലതും തരാൻ പറ്റുമോ? നീ ഇവിടെ ഉണ്ണാനും ഉടുക്കാനായിട്ട് മാത്രം ഇരുന്നോടി. പിന്നെ കഴിഞ്ഞ 2 ദിവസവും അമ്മയുടെ പൊന്നുമകൻ എനിക്ക് ഉണ്ണാനും ഉടുക്കാനും വേണ്ടുന്ന വക തേടി പോയതല്ലേ. ഊണും ഉറക്കവും ഇല്ലാതെ വല്ലാതെ കഷ്ടപ്പെട്ട് കാണും. മകൻ പറയുന്ന കള്ളത്തരം മുഴുവൻ അമ്മ തന്നെ അങ്ങ് വിശ്വസിച്ചാ മതി. എന്നെ വിശ്വസിപ്പിക്കാൻ നോക്കണ്ട. ഞാനെന്ത് കളത്തരാടി പറഞ്ഞത്? പറഞ്ഞത് മുഴുവൻ കള്ളത്തരവാ, എനിക്കറിയാം. നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. ദേ ഒരുപാട് കയറിയങ്ങ് മേയാൻ നോക്കല്ലേ. ക്ഷമിക്കുന്നോർന്ന് നിനക്ക് വിളച്ചിൽ കൂടുന്നോ? എടാ, നീ ഇവളോട് പോരടിക്കാൻ നിൽക്കാതെ ഇത് കഴിക്ക്. ഇങ്ങനെ ഒരു നാണം കെട്ട സാധനം. നീ എന്താ പട്ടിണിയായിരുന്നോ ഹരിക്കുട്ട? ഓ, ഹോട്ടൽ ഫുഡ് എനിക്ക് അത്ര ഇഷ്ടമല്ല അമ്മേ. നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ വന്നേ ഭക്ഷണം കഴിക്കും. വീട്ടിലെ ഭക്ഷണം വേണ്ടെന്ന് വെച്ചിട്ട് ഏതെങ്കിലും മൂന്നാംകിട തട്ടുകട നോക്കി പോകുന്നതായിരുന്നല്ലോ പതിവ്. 2 ദിവസം കൊണ്ട് എന്റെ മോൻ കോലം കെട്ടുപോയി. എന്റെ അമ്മ വിശ്രമം ഇല്ലായിരുന്നു. നേരെ വണ്ണം ഉറങ്ങാനും പറ്റിയില്ല. അതുപോലത്തെ ടെൻഷനായിരുന്നു. ആ, അത് ചിലപ്പോ ശരിയായിരിക്കും. അന്തസ്സോടെ ജോലി ചെയ്യുന്നവർക്ക് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരില്ല. കള്ളനും കൊലപാതകയ്ക്കും വ്യഭിചാരിക്കും ഒന്നും ടെൻഷൻ ഇല്ലാത്ത നേരവും ഉണ്ടാവില്ല. അവൾ എന്ത് വേണമെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ, മോൻ കഴിക്ക്. May I come in, sir? Yes, come in. ഇരിയടോ. Thank you, sir. ഇതൊരു കുഴപ്പം പിടിച്ച കേസാണല്ലോ സർ. ആദ്യം ഒരു പെൺകുട്ടി മിസ്സിംഗ്, അബ്ഡക്ഷൻ. പിന്നെ സാക്ഷാൽ നരേന്ദ്രൻ തമ്പി മിസ്സിംഗ്. രണ്ടിനും തമ്മിൽ മുംബൈക്കാരി കൽപ്പന തിവാരി എന്നൊരു മലയാളി സ്ത്രീയുമായി ബന്ധം. ശരിയാണ് സർ. ആ സ്ത്രീ ആദ്യം തമ്പിയുടെ മോളെ കിഡ്നാപ്പ് ചെയ്തു. പിന്നീട് തമ്പിയെ ബന്ദിപ്പൂർ എന്ന സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി. അപ്പൊ തീർച്ചയായും അയാളെ കാണാതായതിന് പിന്നിലും ആ സ്ത്രീ തന്നെ ആയിരിക്കണമല്ലോ. മുംബൈ അധോലോകവുമായി ബന്ധപ്പെട്ട കേസാ സാർ ഇത്. ആ സ്ത്രീക്ക് തമ്പിയോട് എന്തോ കുടിപ്പക ഉണ്ടായിരുന്നു. തമ്പിയും പണ്ട് മുംബൈയിലായിരുന്നു അത്രേ. എടോ, കുടിപ്പകയുള്ള ഒരു സ്ത്രീയെ സ്വന്തം വീട്ടിൽ താമസിപ്പിക്കുമോ ആരെങ്കിലും? കൽപ്പന തമ്പിയുടെ വീട്ടിലായിരുന്നല്ലോ താമസം. അതും കാണാതായ പെൺകുട്ടി അവളുടെ മകളാണെന്ന അവകാശവാദവും പറഞ്ഞുണ്ട്. തമ്പിയുടെ മകളൊന്നും അല്ലെന്നാ തമ്പിയുടെ ഭാര്യയും പെങ്ങളും അവരുടെ മക്കളും പറയുന്നത്. തമ്പി തന്നെ അക്കാര്യം അവരോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്തിന് കൽപ്പന ആ വീട്ടിൽ താമസിപ്പിച്ചു? അയാളുടെ ഭാര്യയാണെന്നും പറഞ്ഞല്ലേ അവൾ ആ വീട്ടിൽ വന്നൊരു മുറി കൈയടക്കിയത്. ഒരു അലവരാതി പെണ്ണൊരു സുപ്രഭാതത്തിൽ നമ്മുടെ വീട്ടിൽ കയറി വന്ന് ഭാര്യയാണ്, കുന്തമാണ്, കൊടച്ചക്രമാണെന്നൊക്കെ പറഞ്ഞാ നമ്മൾ സമ്മതിച്ചു കൊടുക്കൂ? ഒരു നിമിഷം അവളെ വീട്ടിലിരിക്കാൻ അനുവദിക്കൂ? അപ്പൊ തന്നെ അടിച്ചിറക്കി വിടില്ലേ? ശരിയാ സാർ. പക്ഷെ തമ്പിക്ക് അവളെ അങ്ങനെ വിടാൻ പറ്റിയില്ല. എന്താ അതിനർത്ഥം? തമ്പിയും കൽപ്പനയും തമ്മിൽ എന്തൊക്കെയോ ചില കണക്കുകൾ ബാക്കിയുണ്ട്. പോലീസ് അറിയരുതാത്ത ചില കണക്കുകൾ. സർ, തമ്പിയുടെ മോളെ തട്ടിക്കൊണ്ടുപോയ കൽപ്പന തമ്പിയോട് അങ്ങോട്ട് ചെല്ലാൻ നിർദ്ദേശിച്ചപ്പോ തമ്പി പോലീസിൽ പോലും അറിയിക്കാതെ പോയെങ്കിൽ അതിന് കാരണം ഇതുവരെ വീട്ടിൽ തീർക്കാത്ത ആ കടങ്ങളാ. അതെന്താണെന്ന് മനസ്സിലാക്കാതെ ഈ കേസ് മുന്നോട്ട് പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഈ കേസ് പഠിച്ചിടത്തോളം എനിക്ക് തോന്നിയത് അതാണ്. അവർ തമ്മിലുള്ള ബന്ധത്തിനിടയിൽ എന്തോ ഒരു നിഗൂഢതയുണ്ട് സർ. മോളെ തട്ടിക്കൊണ്ടുപോയിട്ട് തമ്പിയെ വിളിച്ചു വരുത്തിയത് കൽപ്പനയാണെന്നുള്ളത് വളരെ സ്പഷ്ടമാണെന്നിരിക്കെ തമ്പിയെയോ മകളെയോ കൊല്ലാനൊന്നും അവൾ ശ്രമിക്കില്ല. അങ്ങനെ കൊന്നിട്ട് ഈ ഇന്ത്യക്കകത്തോ പുറത്തോ അവൾക്ക് പോയി ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പിന്നെ അതിന്റെ പിന്നിലുള്ള ഇന്റൻഷണൽ മോട്ടീവ് ഒരു കോംപ്രമൈസ് ആയിരിക്കണം. കണക്കുകളെല്ലാം പറഞ്ഞു തീർത്ത് ഒരു കൈമാറ്റം. സാർ, ഈ കേസ് കുറെ പഠിച്ചിരിക്കുന്നല്ലോ. ഇന്നലെ മുതൽ എന്റെ തലവേദന ഇതാണ്. ദേ ഈ ഫയൽ. ഏതായാലും താൻ ഈ കേസ് അന്വേഷിച്ച് ബന്ദിപ്പൂര് പോണം. സർ, ആവശ്യമുള്ളത്ര ഫോഴ്സിനെ കൂടെ കൂട്ടിക്കോ. ഞാൻ DSP SP ഒക്കെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഫയലിന്റെ ഓരോ കോപ്പിയും സെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഒരുപക്ഷെ ഇതൊരു പ്രമാദമായ കേസായി തീർന്നേക്കാം. ചിലപ്പോ പുലിയച്ച ഞങ്ങളുടെ വഴക്ക് തീർന്നെന്നും പറഞ്ഞ്
തമ്പിയും കൽപ്പനയും മോളും കൂടി ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നത് നമ്മൾ കാണേണ്ടി വരും. എന്ന് വെച്ച് പോലീസിന് അവരുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഭാഗത്തുനിന്ന് അനാസ്ഥ ഉണ്ടായിരുന്നൊരു പരാതി കേൾക്കാൻ ഇടവരരുത്. ഓക്കെ? ഓക്കെ സാർ. എന്നാൽ ഇന്ന് തന്നെ ബന്ദിപ്പൂര് വയ്ക്കോ. ശരി സാർ. ആ, ഈ ഫയലും കൂടെ വച്ചോ. ഞാൻ ചില കുറിപ്പുകളൊക്കെ എഴുതി ചേർത്തിട്ടുണ്ട്. ചിലപ്പോ ഉപകരിക്കും. എന്റെ കൈവശം കോപ്പിയുണ്ട്. താങ്ക് യു സാർ. പോയി എന്തെങ്കിലും തുമ്പുണ്ടാക്കിക്കൊണ്ടേ വരാവൂ. സാർ. ഹലോ, ഞാൻ ദേവനാ. മനസ്സിലായി. ഞാൻ അസുരനാ. കാര്യം പറ. നിങ്ങൾ ബന്ദിപ്പൂരിൽ നിന്ന് തിരിച്ചെത്തിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. എത്തി. കുറച്ച് സമയം ആയതേ ഉള്ളൂ. ഞാൻ ഇന്നലെ രാത്രി വന്നു. കാര്യങ്ങൾ എന്തായി? എതിയെ കണ്ടുകിട്ടിയോ? ഇല്ല. ഇല്ലെന്നോ? അതെങ്ങനെ ശരിയാവും? അയാൾക്ക് എന്ത് സംഭവിച്ചു? നിങ്ങൾ അന്വേഷിച്ചല്ലേ? യതിക്ക് ചിലപ്പം പെട്ടെന്ന് മാറിക്കളയേണ്ട സാഹചര്യം വന്നു കാണും. എത്ര മുങ്ങിയാലും ബാക്കി പൈസ വാങ്ങാൻ അവൻ വരാതിരിക്കില്ല. അയാൾ വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ. തമ്പി അങ്കിൾ മരിച്ചോ ഇല്ലയോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി ഞങ്ങൾക്ക്.